2 ദിവസത്തിനുള്ളിൽ ഇസ്രയേലിന് നേരെ മൂന്നാമത്തെ മിസൈൽ ആക്രമണം നടത്തിയതായും ശനിയാഴ്ച ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാന് മേൽ ചുമത്തണമെന്നും റെസിലിയൻസ് പാർട്ടിയുടെ നേതാവും മുൻ യുദ്ധ ക്യാബിനറ്റ് അംഗവുമായ ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടു. മിസൈൽ തടയുന്നതിൽ വ്യോമ പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതിലും സുരക്ഷിത മേഖലയ്ക്ക് സമീപം എങ്ങനെ ആക്രമണമുണ്ടായി എന്നതിനെക്കുറിച്ചും അധികൃതർ അന്വേഷണം ആരംഭിച്ചു. മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ ഇസ്രയേലിന് വിപുലമായ വ്യോമ പ്രതിരോധ സംവിധാനവുമുണ്ട്. അയൺ ഡാം എന്നറിയപ്പെടുന്ന ഈ സംവിധാനം മിസൈൽ ലോഞ്ചറിൽ നിന്നും 4 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ദൂരെയുള്ള ഹ്രസ്വദൂര റോക്കറ്റുകളും ഷെല്ലുകളും മോർട്ടാറുകളും തടയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ സമയത്ത് ഹൂതികൾ ആക്രമണം നിർത്തിവെച്ചിരുന്നു. പിന്നീട് ഗാസയിൽ ഇസ്രയേൽ ഉപരോധം പ്രഖ്യാപിച്ചതോടെയാണ് ആക്രമണം പുനരാരംഭിച്ചത്.